കിടപ്പുമുറിയിലുണ്ടായ ദുരന്തത്തിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഇന്നലെ രാവിലെയാണ് ഈ ദുരന്ത വാർത്ത കേട്ട് ഒരു നാട് ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു പോകുന്നത്. 19നും 22നും ഇടയിൽ വയസ്സുള്ള 4 ചെറുപ്പക്കാരാണ് ആ മുറിയിൽ ഉറങ്ങാനായി കിടന്നത്. എന്നാൽ രാവിലെ അറിയുന്നത് 3 പേരുടെയും മരണവാർത്തയും. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 19കാരൻ ആശുപത്രിയിൽ ജീവനു വേണ്ടി പോരാടുകയാണ്. ഈ ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് മൈസൂരുവിൽ ഒരുമിച്ച് കുളിക്കാൻ കയറിയ സഹോദരിമാർ മരണപ്പെട്ട വാർത്തയും പുറത്തുവന്നത്. രണ്ടിടത്തും ഏകദേശം സമാന രീതിയിലുള്ള മരണമാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരും. പലരും ചെയ്യുന്ന ഇങ്ങനെയുള്ള അശ്രദ്ധകൾ വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ കുട്ടിയുടെ പേരിടൽ ചടങ്ങിനായി എത്തിയതായിരുന്നു ഈ 4 പേരും. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം 4 യുവാക്കളും ഒരുമിച്ചാണ് കിടക്കാനായി പോയത്. മുറിയിലെത്തിയ ശേഷം 4 പേരും ഒരുമിച്ച് ചായ കുടിക്കുന്നതിന്റെ ഫോട്ടോ ഇവർ വാട്സാപ്പിൽ സ്റ്റാറ്റസായി വെക്കുകയും ചെയ്തിരുന്നു. സ്ഥലത്ത് രാത്രിയിൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ ഈ പ്രദേശത്ത് നല്ല കൊതുകിന്റെ ശല്യവും ഉണ്ടായിരുന്നു. രാവിലെ ഉണരേണ്ട സമയം കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും ഇല്ലാത്തതിനെ തുടർന്നാണ് ബന്ധുക്കളെത്തി വാതിൽ ചവിട്ടി തുറക്കുന്നത്. ഇതോടെയാണ് 4 പേരെയും അബോധാവസ്ഥയിലായ നിലയിൽ കണ്ടെത്തുന്നത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഇവർ തണുപ്പകറ്റാനായി മരക്കരി കൂട്ടിയിട്ട് കത്തിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. കൂടാതെ കൊതുക് ശല്യം കാരണം നിരവധി കൊതുക് തിരികളും കത്തിച്ചു വെച്ചിട്ടുള്ളതായും കണ്ടെത്തി. അമൻനഗർ സ്വദേശികളായ റിഹാൻ, മുഹീൻ, സർഫറാസ് എന്നിവരാണ് മരണപ്പെട്ടത്. മൈസൂരുവിൽ നടന്ന സംഭവത്തിൽ 2 പെൺകുട്ടികൾ ഒരുമിച്ച് കുളിക്കാനായി കയറിയതായിരുന്നു. സമീപത്തെ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നതിനാൽ പെട്ടെന്ന് ഒരുങ്ങാനായാണ് ഇവർ ഒരുമിച്ച് കുളിക്കാനായി കയറിയത്. ഈ സമയം വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഏറെ നേരം കഴിഞ്ഞ് വീട്ടുകാരെത്തി വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് 2 പേരെയും അബോധാവസ്ഥയിലായ നിലയിൽ കണ്ടെത്തുന്നത്. ഇവിടെ 2 സംഭവങ്ങളിലും മരണം സംഭവിച്ചിട്ടുള്ളത് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ശ്വസിച്ചത് മൂലമാണ്. യുവാക്കൾ മരക്കരി കത്തിച്ച് ഉറങ്ങാൻ കിടന്ന സമയത്ത് അത് പൂർണ്ണമായി കത്താതെ വന്നതോടെ കാർബൺ മോണോക്സൈഡ് എന്ന മാരകമായ വാതകം ഉൽപ്പാദിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഗീസറിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ചോർന്നതാണ് അപകടത്തിന് കാരണമായത്. കാർബൺ മോണോക്സൈഡിന് നിറമോ മണമോ രുചിയോ ഇല്ല എന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ ഈ വാതകം കലരുന്നത് നമ്മൾ ഒരിക്കലും അറിയുന്നുമില്ല. ഈ വാതകം ശ്വസിക്കുന്നതോടുകൂടി ശരീരത്തിന്റെ സുപ്രധാന അവയവങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് തലവേദന, തലകറക്കം, ഓക്കാനം, ക്ഷീണം എന്നിവയെല്ലാം അനുഭവപ്പെടുകയും ഉയർന്ന അളവിൽ ശ്വസിക്കുന്നതോടെ ബോധക്ഷയം വന്ന് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെ 2 സംഭവങ്ങളിലും വാതിലുകളും ജനലുകളും എല്ലാം അടച്ച നിലയിലായിരുന്നതുകൊണ്ട് തന്നെ ഈ വിഷവാതകം പുറത്തേക്ക് പോയിട്ടുണ്ടാകില്ല. ഇതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത്. ഇങ്ങനെ മരക്കരി കത്തിക്കുന്ന സമയത്ത് മുറിയിൽ വായുസഞ്ചാരമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.